ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ദുഃഖിച്ചിരിക്കൊന്നും അല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഫുഡ് പോളിങ്ങുമാണ്. എന്താണെന്നറിയില്ല, വൈകുന്നേരം ആയപ്പോൾ ബീഫ് ബിരിയാണി കഴിക്കണമെന്നൊരു മോഹം. അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ കാര്യം നിസ്സാരം. അങ്ങനെ ഞങ്ങൾ പോയി ബീഫ് ബിരിയാണി വാങ്ങിച്ചു. ബീഫ് ബിരിയാണി എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻസുകുട്ടൻ ചിക്കൻ ബിരിയാണി, ചേട്ടന് പൊറോട്ടയും ചില്ലി ചിക്കനും. അമ്മച്ചിയും ബിരിയാണി റൈസൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് പൊറോട്ട കുറച്ച് എക്സ്ട്രാ എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കഴിക്കുവാണ്. ബീഫ് ബിരിയാണിയിൽ എഗ്ഗ് കിട്ടിയത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ബീഫാണെങ്കിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങളാണ്. എടുക്കാൻ നോക്കിയപ്പോൾ കയ്യിലൊരു പൊട്ടിങ്ങനെ ഒട്ടപ്പിടിച്ചിരിക്കുക. എങ്കിൽ പിന്നെ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ തോന്നി അതൊരു അഭംഗിയല്ലേന്ന്. അങ്ങനെ ആൻസൂട്ടനോട് അതെടുത്ത് എൻ്റെ നെറ്റിയിലേക്ക് അങ്ങ് ഒട്ടിച്ചേക്കാൻ പറഞ്ഞു. നെറ്റിയിൽ ഒട്ടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും പൊട്ട് ചാടി അതിൻ്റെ വഴിക്ക് പോയി. എങ്കിൽ പിന്നെ പോയത് പോട്ടെ, നമുക്കുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സൗന്ദര്യം നോക്കാതെ നമ്മൾ കഴിക്കാനിരുന്നു. ബീഫ് ബിരിയാണിയിലെ എഗ്ഗ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഇരുന്ന് സുഭിക്ഷമായിട്ടങ്ങ് അത്താഴം കഴിച്ചു. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഗുണം കൂടി ഉണ്ടായിട്ടോ, അധികം പാത്രങ്ങളൊന്നും കഴുകേണ്ടി വന്നില്ല. എനിക്ക് പക്ഷേ ഇതിലെ നാരങ്ങാച്ചാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറി നാരങ്ങയായിരുന്നു, ചെറിയൊരു കയ്പും ഉണ്ടായിരുന്നു. പാവയ്ക്കയുടെ കയ്പ് അതുപോലെ തന്നെ കറിനാരങ്ങയുടെ കയ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് പോലെ തോന്നി.